പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ ആനന്ദമേ നിത്യാനന്ദമേ കാതനോട് വാഴും കാലം എത്ര ആനന്ദം ആനന്ദമേ നിത്യാനന്ദമേ കാതനോട് വാഴും കാലം എത്ര ആനന്ദം ഓ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു നിത്യനിത്യയുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു നിത്യനിത്യയുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ അവൻ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ പ്രത്യാശയെങ്കിൽ വർദ്ധിച്ചിടുന്നേ അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ പൊന്മുഖം പ്രത്യാശയെങ്കിൽ വർദ്ധിച്ചിടുന്നേ അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ പൊന്മുഖം ഓ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ മാറിപ്പോയെന്റെ ശാപങ്ങൾ സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ മാറിപ്പോയെന്റെ ശാപങ്ങൾ സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമം രക്ഷയായി യേശുവിൻ നാമം ശക്തിയായി യേശുവെന്നെ വീണ്ടെടുത്തു യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമം രക്ഷയായി യേശുവിൻ നാമം ശക്തിയായി യേശുവെന്നെ വീണ്ടെടുത്തു ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഓ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ യേശുവിൻ രക്തം ശുദ്ധിക്കാൻ യേശുവിൻ രക്തം സൗഖ്യമായി യേശുവിൻ രക്തം കഴുകലായി യേശുവെന്നെ വീണ്ടെടുത്തു യേശുവിൻ രക്തം ശുദ്ധിക്കാൻ യേശുവിൻ രക്തം സൗഖ്യമായി യേശുവിൻ രക്തം കഴുകലായി യേശുവെന്നെ വീണ്ടെടുത്തു
യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. കാറ്റുകളെ തന്നെ ദൂതന്മാരും അഗ്നിജ്വാലകളെ തന്നെ സൂക്ഷികന്മാരുമാക്കി തീർത്ത കർത്താവീരാതൃകാലവും നമ്മുടെ മധ്യയുള്ളതിനോ നമ്മുടെ വീണ്ടെടുപ്പ് കാരണം നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ കർത്താവ് ഈ രാത്രികാലവും നമ്മുടെ മധ്യയുള്ളതിനാൽ ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായെന്ന് അരുളി ചെയ്തവർ ഈ രാത്രികാലവും നമ്മോട് കൂടെ ഉള്ളതിനാൽ ഹല്ലേലൂയ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഈ രാത്രികാലം നമ്മുടെ മധ്യ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാൽ ഉയർപ്പിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക, വിടുതലിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ രാത്രികാലം നമ്മുടെ മേൽ
വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാൽ നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഓ റിബാനാദര ബൗഡവനാദികക്ഷരാദലവ റിഗമനഗദര ബൗഡമനഗക്ഷര റിഗലാദികദരാദരവ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്യുന്നതനായവൻ, സർവശക്തനായവൻ, സകലത്തിനെയും ഉടയവനായവൻ, രാജാതിരാജാവ്, കർത്താതി കർത്താവുമായവൻ, താൻ മാത്രം മരിച്ചതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന തമ്പുരാൻ ഈ രാത്രികാലവും നമ്മുടെ മധ്യേ ഉള്ളതിനാൽ ഓ നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആ കരങ്ങളിലേക്ക് രാത്രികാലം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള ആ സഭാവിധത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രിയ ഗിഫ്റ്റി സഹോദരി ജീവൻ പേരും പ്രാർത്ഥിച്ചാട്ടെ. സോദരം കർത്താവേ, ഹല്ലേലൂയ. സോദരം കർത്താവേ, നീതിമാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല വിലയേറിയമായ വിശുദ്ധ സഭാ ആരാധനയോടനുബന്ധിച്ച് കർത്താവ് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് കർത്താവെ ദൈവസനിൽ കടന്നു വരുവാനും ദൈവത്തെ ആരാധിപ്പാനും കർത്താവ് തന്ന കർത്താവ് അവസരത്തിനായി നന്ദിയോടങ്ങെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. അനേകായിരങ്ങൾക്ക് കർത്താവെ ഈ ഭാഗ്യം ലഭിക്കാതെ പോയപ്പോൾ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും കർത്താവെ ആരാധിപ്പാൻ ദൈവം അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇവിടെ ഇന്ന് പൽക്കാലം കടന്നു വന്ന ഓരോ ദൈവ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഓരോരുത്തരോട് സംസാരിക്കണമേ. ഇന്ന് പൽക്കാലം ഞങ്ങൾ പാടിയതുപോലെ സകല ഭാരങ്ങളും നീങ്ങിപ്പോയവരായി, സകല രോഗങ്ങളും സൗഖ്യമായവരായി, കർത്താവ് ഒരു ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവരായി കർത്താവ് ഇന്ന് പൽക്കാലം അങ്ങനെ മാത്രം ഞങ്ങൾ കടന്നു പോകുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇന്നലകളിൽ കർത്താവേ ശത്രുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ പലതിനെയും തടഞ്ഞു വെച്ചു, ഒരു മതിൽ പോലെ കെട്ടിവെച്ചു. എന്നാൽ ഇന്ന് പൽക്കാലം നീ നാൾ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാടി ചെല്ലും, ചാടി കിടക്കുമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തോട് കൂടെ ഇരുന്ന് കരയുന്ന തന്റെ ജനത്തിന് കർത്താവ് ഇന്ന് പകൽക്കാലം സകല മതിലുകളെ ചാടിക്കിടക്കുന്നവരായി അതിന് വേണ്ട ഒരു ശക്തി പ്രാപിപ്പാൻ, അതിന് വേണ്ട ഒരു ആത്മബലം പ്രാപിച്ചവരായി കർത്താവെ ഇന്ന് പകൽക്കാലം അങ്ങനെ മാത്രം ഞങ്ങൾ കടന്നു പോകുവാൻ കർത്താവെ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങള് കർത്താവെ ഞങ്ങൾ ആത്മാവിൽ ബലപ്പെട്ടവരായി തീരുന്ന വചനങ്ങളായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. ഞങ്ങളുടെ ഓരോ ശുശ്രൂഷകളും കർത്താവെ ദൈവത്താൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളിലൂടെ കർത്താവെ ഞങ്ങളിവിടെ കടന്നു പോകുമ്പോൾ ആത്മാവിന്റെ ഓരോ ഒഴുക്കം മറ്റുള്ളവരിലേക്ക് കർത്താവെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളിലൂടെ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരെ കാണുവാൻ ഞങ്ങളുടെ പ്രതിഫലിക്കുവാൻ തൊക്കവണ്ണം ഈ ദിവസങ്ങളിൽ കർത്താവെ ആത്മാവിന്റെ ഒരു വ്യതിയാനം കർത്താവെ ആത്മാവിന്റെ ഒരു അടുത്ത ലെവലിലേക്ക് ഞങ്ങളായി തീരുവാൻ ആ ബലം ഞങ്ങൾ പ്രാപിപ്പാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ ഹല്ലേലൂയ. ഇന്ന് വരെ ഞങ്ങൾ കഴിഞ്ഞു വന്ന പോലെ അല്ല കർത്താവെ, കടന്നു വന്നതുപോലെയല്ല കർത്താവെ, നിറഞ്ഞവരായി കടന്നു പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഹല്ലേലൂയ ആത്മാവിൽ ബലപ്പെട്ടവരായി കടന്നു പോകുവാൻ കർത്താവ് സഹായിക്കണം കർത്താവെ. ഇന്ന് കടന്നു വന്നവരാരും കർത്താവെ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ ഹല്ലേലൂയ കർത്താവ് സൗഖ്യത്തോടെ ഹല്ലേലൂയ വിശ്വാസം വർദ്ധിച്ചവരായി ആത്മാവിൽ ബലപ്പെട്ടവരായി പോകാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ശുശ്രൂഷകളും ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ദേവദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ കഴിയാത്തവരായി ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവ്, രോഗത്തോടുള്ള ബന്ധത്തിൽ കർത്താവ്, പല അവസ്ഥകളിലായിരിക്കുന്ന ദൈവമക്കളെ ഓരോരുത്തരെയും ഞങ്ങളോടൊപ്പം കർത്താവെ നീ അവരെയും അനുഗ്രഹിക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു സ്വർഗ്ഗീയ പിതാവേ ആമേൻ. നല്ല പിതാവേ നിനക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ ഒരു വിശുദ്ധ ദിവസം ദൈവമേ ഞങ്ങൾക്ക് കടന്നു വരുവാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. പ്രഭാതം മുതൽ ദൈവമേ ഈ നിമിഷം വരെ ദൈവത്തിൻ്റെ കരുതൽ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവമേ അപകടങ്ങൾ അനർത്ഥങ്ങൾ നേരിടാവുന്ന നേരങ്ങളിലൊക്കെ ദൈവം ഞങ്ങളോട് കൂടിയിരുന്നു. സ്ഥാനത്തൊക്കെ ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരുന്നു കർത്താവേ. നേരിടാതെ ഈ നിമിഷം ദൈവം ഈ ആരാധനയിൽ ഞങ്ങൾക്ക് പങ്കുചേരുവാൻ, ഈ രാത്രികാലം ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ ദൈവത്തിന്റെ കൃപ ദൈവം ഞങ്ങളോട് കൂടെ ഇതുവരെ ഉണ്ടായിരുന്നു കർത്താവേ. ദൈവമേ ആരെങ്കിലും ദൈവമേ അഭിഷേകം പ്രാപിക്കാതെ ആയിരിക്കുന്നെങ്കിൽ ദൈവമേ അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തെ ദൈവമേ
നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഇവിടെ കടന്നു വരുന്നവർ വെറുതെ കടന്നു വന്ന് ദൈവമേ മടങ്ങി പോകാനല്ല കർത്താവേ, അഭിഷേകം പ്രാപിച്ച് ആത്മസ്നാനം പ്രാപിച്ച് മടങ്ങി പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദാനമായി ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന ഓരോ നിമിഷവും ദൈവത്തിന് പ്രയോജനമുള്ളത് ദൈവം ചെയ്യുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തിന് വേണ്ടി ദൈവം പ്രയോജനപ്പെടുന്ന മക്കളായി തീരുവാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവദാസന്മാരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ മന്നയെ നല്ലതൊന്ന് പ്രാപിച്ച് ദൈവം മുറുകെ പറ്റിയവരായി മടങ്ങി പോവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആർക്കെങ്കിലും കടന്നു വരുവാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്നുവെങ്കിൽ കർത്താവേ, ഇവിടെ സംസാരിക്കുന്ന വചനങ്ങൾ ദൈവമേ അവരുടെ ഭവനത്തിലെത്തി ദൈവമേ അവർക്ക് സൗഖ്യം നൽകുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ കൃപ ദൈവമേ അവിടെ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാം അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ. ഞങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി 20-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. സാംസ് 20, 20-ാം സങ്കീർത്തനം. സങ്കീർത്തനം 20. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ താണിരിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, ആമേൻ. സർവശക്തനായ യേശു തമ്പുരാൻ ഈ രാത്രികാലവും നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. നമ്മെ അനുഗ്രഹിപ്പാൻ, നമ്മെ സഹായിപ്പാൻ, നമുക്ക് വിടുതൽ തരുവാൻ. ഹല്ലേലൂയ. ആമേൻ. ക്ഷേമത്തോടെ നമ്മെ നടത്തുവാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ നമ്മുടെ കർത്താവ് ഈ രാത്രിക്കാലം നമ്മുടെ അരികെ തന്നെയുണ്ട്. ഗുഹകളിലുമൊക്കെയും താൻ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ശത്രു സൈന്യം തന്നെ ഹല്ലേലൂയ തന്നോട് കൂടെയുള്ളവരെയൊക്കെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു വലിയ കഷ്ടകാലത്തിൽ താനായിരിക്കുമ്പോൾ എഴുതിയ സങ്കീർത്തനമാണ് 20-ാം സങ്കീർത്തനം. ആദ്യ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെ ഒക്കെ അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയൊക്കെയും സാധിപ്പിച്ചു തരുന്ന ഒരു തമ്പുരാൻ ഈ രാത്രികാലം നമ്മുടെ മധ്യയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ആയിരിക്കുന്നത് സ്തോത്രം വലിയ ഒരു കഷ്ടകാലത്തിലാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയൊക്കെ ആത്മീയമായിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചാലും ഹല്ലേലൂയ, ആമേൻ, പലപ്പോഴും നമ്മെ തെറ്റിച്ച് കളയുന്ന, ദൈവസ്ഥാനത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന പൈശാചിക ശക്തികൾ ആമേൻ നമുക്ക് ചുറ്റുപാടുമുള്ളപ്പോൾ ഈ ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ദുഷ്കരമായി തീർന്നിരിക്കുകയാണ്. സ്തോത്രം. 2 തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായം ആമേൻ അതിന് 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ
ഒരു വല്ലാത്ത കാലം. സ്തോത്രം. മനുഷ്യർ സ്വസ്നേഹികളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പനും അമ്മയും തമ്മിൽ സ്നേഹമില്ല. സ്തോത്രം. ഹല്ലേലൂയ. മക്കളും അപ്പനും മാതാപിതാക്കളും തമ്മിൽ സ്നേഹമില്ല. സ്തോത്രം. സഹോദരങ്ങൾ തമ്മിൽ അന്യോന്യ സ്നേഹമില്ല. സ്തോത്രം. എല്ലാവരും അവരവരുടേതായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പണ്ടൊക്കെ കാലത്ത് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ഹല്ലേലൂയ മുതിർന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവർക്ക് വണക്കം പറയുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവരെ വന്ദിക്കുമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ കാലത്ത് സ്തോത്രം. ആമേൻ. ഓരോരുത്തരുടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ തന്നെ വലിയ പ്രയാസമാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. അവരോട് നാം സ്നേഹത്തോട് ഒന്ന് ഇടപെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഒരൊറ്റ പോക്ക് പോകും. അതാണ് ഇന്നത്തെ നാട്ടിലെ സ്ഥിതി. സ്തോത്രം. ആമേൻ. എല്ലാത്തിനെയും പൈശാചികൻ്റെ കൺട്രോളിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. അവരുടെ നടുവിൽ ദൈവത്തിൻ്റെ മക്കളായി നിഷ്കളങ്കരായി നിർമ്മലരായി വിശുദ്ധരായി ജീവിപ്പാൻ തക്കവണ്ണം ഒരു ദൈവപൈതന് കഴിയുന്നു എങ്കിൽ മാത്രമേ ആമേൻ ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിച്ച് അക്കരെ നാട്ടിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനം 46:1 വായിച്ചാട്ട്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സ്തോത്രം. കാലം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രശ്നങ്ങളും വിഷയങ്ങളും ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവനെ കൈവിടാത്തൊരു ദൈവം അവനെ താങ്ങുവാൻ എപ്പോഴും അവനോട് കൂടെയുണ്ട്. സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിന് ജനത്തിന് ഒരു ഭയവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ രോഗിയായി തീർന്നിരിക്കാം. ആമേൻ. വിവിധങ്ങളായ രോഗങ്ങൾക്ക് അടിമയായിരിക്കാം. എന്നാലും സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് അടുത്ത് ചെല്ലുമ്പോൾ ഹല്ലേലൂയ അവൻ്റെ അമിത ബലത്താൽ നാം ശക്തിപ്പെടുമ്പോൾ, അവിടുത്തെ പുതുശക്തി നാം പ്രാപിച്ചു കഴിയുമ്പോൾ എല്ലാ ഭയങ്ങളും മാറും. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യമുള്ളവരായി ആരോഗ്യമുള്ളവരായി നാം മാറ്റപ്പെടുവാൻ തക്കമിടയാകും. ഹല്ലേലൂയ. 94 സങ്കീർത്തനം 14 ഒന്ന് വായിച്ചാട്ട്. യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തൻ്റെ അവകാശത്തെ കൈവിടുകയുമില്ല. അവൻ്റെ അവകാശത്തെ അവൻ ഒരിക്കലും കൈവിടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആരെല്ലാം എന്തെല്ലാം ചെയ്ത് ഉപദ്രവിച്ചാലും സ്തോത്രം. ഹല്ലേലൂയ. എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ നേരെ അയച്ചാലും ഹല്ലേലൂയ ദുഷ്ടൻ്റെ തീയമ്പുകൾ ആമേൻ സ്തോത്രം നമ്മെ വീഴ്ത്തിക്കളയത്തക്കവണ്ണം നമ്മുടെ നേരെ പാഞ്ഞു വന്നാലും ഹല്ലേലൂയ അതൊന്നും നമുക്ക് ഏശുകയില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മെ അവൻ്റെ ഉള്ളങ്കയിൽ അവൻ കൊണ്ടു നടക്കുന്നത്. സ്തോത്രം. ഞാൻ അവർക്ക് ചുറ്റും തീമതിലായിരിക്കുമെന്ന് അരുളി ചെയ്തവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് ചുറ്റും തീമതിലായി ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവരെൻ്റെ കൺമണിയായിരിക്കുമെന്ന് അരുളി ചെയ്തവനായവൻ ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ കൺമണികളെ തൊടുവാൻ അവൻ ആരെയും അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ പൈതലേ സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനം 107:21 വായിച്ചാട്ട്. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ. എന്താ കഷ്ടത പലപ്പോഴും വരുന്നത്? എന്തിനു വേണ്ടിയാ? ആമേൻ. കഴിഞ്ഞ നാളുകളെക്കാട്ടിലുപരിയായി
ഒന്നുകൂടെ കർത്താവിനോട് അടുത്ത് ചെല്ലുവാൻ, ഹല്ലേലൂയ, ഒന്നുകൂടെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവം നമുക്ക് നൽകി തന്ന ആ സമൃദ്ധിയിൽ നാം, ആമേൻ, സ്തോത്രം, ദൈവത്തെ മറന്നു കളഞ്ഞ വല്ല സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മെ ഒന്നുകൂടെ ഉണർത്തിക്കൊണ്ട് പൊന്നുപോലെ നാം പുറത്ത് വരേണ്ടതിനായിട്ട് ചില ബാലശിക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വരാം. അത് നമ്മെ നശിപ്പിച്ച് കളയുവാനല്ല, അത് നമ്മെ തകർത്ത് കളയുവാനല്ല, അത് നമ്മെ കൊന്നു കളയുവാനല്ല. ദൈവത്തിൻ്റെ മക്കളെ, നാം ദൈവത്തോട് ഒന്നുകൂടെ അടുക്കുവാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത്, സ്തോത്രം, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. പിന്നെ യേശുവ കത്മയിൽ വായിച്ചു 9:5. പിന്നെ യേശുവ കത്മയിൽ ബാനി ഹശബ്നാവ്, ശേരെബാവ്, ഹോദിയാവ്, ശെബന്യാവ്, പെദഹ്യാവ് എന്നീ ലേവ്യർ പറഞ്ഞു. നെഹമ്യ 9:5 വായിച്ചേ. ആമേൻ, സ്തോത്രം. നിങ്ങൾ എഴുന്നേറ്റ്, നിങ്ങളുടെ ദൈവമായ യഹോവേ. അത് എത്ര വാക്യം? അത് ബാക്കിയ. വായിച്ചോട്ടെ. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ യഹോവേ എന്നേക്കും വാഴ്ത്തുവീൻ. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ യഹോവേ എന്നേക്കും വാഴ്ത്തുവീൻ. സകല പ്രശംസയ്ക്കും സ്തുതിക്കും ഉയർന്നിരിക്കുന്ന നിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീ മാത്രം യഹോവയാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അവൻ്റെ നാമമാണ് നമ്മെ ഉയർത്തുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നാം എല്ലാവരും അവൻ്റെ നാമം, ആമേൻ, അവകാശമായിട്ട് ഉള്ളവരാകിയാൽ നമ്മെ തകർത്ത് കളയുവാൻ ഒരു പൈശാചികനും കഴിയത്തില്ല. ആമേൻ, സ്തോത്രം. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നാം താണിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. തക്ക സമയത്താണ് കർത്താവ് നമ്മെ ഉയർത്തുന്നത്. ഒരുപക്ഷെ, സ്തോത്രം, ഇപ്പോഴത്തെ സാഹചര്യം അല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, അപ്പോൾ അല്പം പ്രതികൂലം നിറഞ്ഞതായിരിക്കാം, ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, അവൻ്റെ സന്നിധാനത്തിൽ നാം താണിരിപ്പാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നിശ്ചയമായി നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. സങ്കീർത്തനം 113-3-4 വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നു മുതൽ എന്നേക്കും തന്നെ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ അവൻ്റെ ദൈവം അവനെ ഇറങ്ങി വന്ന് വിടുവിക്കുമ്പോഴാണ്, ഹല്ലേലൂയ, സർവശക്തനായ ഇവൻ്റെ നാമം ജാതികളുടെ ഇടയിൽ മഹിമപ്പെടുന്നത്. സ്തോത്രം. ഇന്നലെ രാത്രികാലം നാം കേട്ടുവല്ലോ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ ദാസൻ പ്രസംഗിച്ചപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഗദരദേശത്തെ ഭൂതഗ്രസ്തനായ മനുഷ്യൻ്റെ ഭൂതം വിട്ടുമാറിയിട്ട്, ആമേൻ, കർത്താവ്, സ്തോത്രം, അക്കരയ്ക്ക് പോകുവാനായി പടകിൽ കയറുമ്പോൾ, ഹല്ലേലൂയ, ആ ഭൂതഗ്രസ്തൻ, സ്തോത്രം, ഒരു കാര്യം ചോദിച്ചു, ഞാനും അങ്ങയുടെ കൂടെ വരട്ടെ എന്ന്. സ്തോത്രം, പ്രൈസലോട്. തമ്പുരാൻ എന്താ പറഞ്ഞു? നീ പോയി നിനക്ക്, സ്തോത്രം, ഹല്ലേലൂയ, ലഭിച്ച ഈ സ്തോത്ര സൗഖ്യത്തെക്കുറിച്ച്, ഈ വിടുതലിനെക്കുറിച്ച് നിൻ്റെ കുടുംബക്കാരോട്, നിൻ്റെ ദേശക്കാരോട് പറയുവാനെന്ന് പറഞ്ഞ് അവനെ തിരിച്ചയച്ചു. സ്തോത്രം. അവൻ പോയിട്ട് ദക്കപ്പൊലി ദേശമൊക്കെയും സുവിശേഷീകരിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുന്നു. ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ തരുമ്പോൾ, ഹല്ലേലൂയ, ആ വിടുതൽ എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. എൻ്റെ യേശുവാണ് എന്നെ ഈ കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചത്. എൻ്റെ യേശുവാണ് എന്നെ ഈ പ്രയാസത്തിൽ നിന്ന് വിടുവിച്ചത്. എൻ്റെ യേശുവാണ് എൻ്റെ കുഞ്ഞിൻ്റെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, വിഷയത്തിൽ നിന്ന് അവനെ വിടുവിച്ചെടുത്തതെന്ന് നാം മറ്റുള്ളവരോട് പറയുമ്പോൾ അവിടെ ഉയർത്തപ്പെടുന്നത് നമ്മുടെ യേശുവിൻ്റെ നാമമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. മലാഖി പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. മലാഖി 1:11. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. സ്തോത്രം, ആമേൻ. കർത്താവിൻ്റെ നാമം
ജാതികളുടെ ഇടയിൽ ഉയർത്തപ്പെടണം. അതാണ് തമ്പുരാൻ നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. സ്തോത്രം. 91 സങ്കീർത്തനം 14 വാക്യം വായിക്കുമ്പോൾ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. സ്തോത്രം. ഒരു പടി കൂടെ കർത്താവിനോട് പറ്റിച്ചേർന്നിരിപ്പാൻ. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. വിടുതൽ പ്രാപിക്കണമെങ്കിൽ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം. സ്തോത്രം. ആമേൻ. കഷ്ടത വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പെറുപെറുപ്പുകാരായി തീരുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തണം. ഹല്ലേലൂയ. കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കുവാൻ, ദൈവസന്നിധി കരയുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നിന്നയുടെ നടുവിൽ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹന്നയെ പോലെ ദൈവസന്നിധി ഹൃദയം പകരുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ നിന്ന മാറ്റത്തക്കവണ്ണം അവൻ്റെ വിടുതലിൻ്റെ കരം നമ്മുടെ മേൽ നീട്ടുവാനൊക്കെ ഇടയാകും. സ്തോത്രം. ആമേൻ. സംഘത്തിൻ്റെ 1 ആമേൻ ഹല്ലേലൂയ വാക്യത്തിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി വരാം. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സ്തോത്രം. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് സഹായം അയക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 6-ാം 19 വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവർ അല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ഈ ശരീരം വിശുദ്ധമായിരിക്കണം. ദേഹം ദേഹി ആത്മാവ്. സ്തോത്രം. ഹല്ലേലൂയ. ശരീരവും മനസ്സും ഒരുപോലെ നിർമ്മലമായിരിക്കണം. നിർമ്മല ഹൃദയത്തോടെ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ആമേൻ കർത്താവ് നമുക്ക് സൗഖ്യം തരും. കർത്താവ് സ്തോത്രം രോഗശാന്തിയും സൗഖ്യവും തന്ന് നമ്മെ അനുഗ്രഹിക്കും. അവനെ അടിപ്പിണരാനുള്ള സൗഖ്യം നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുവാനിടയാകും. ആരോഗ്യം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തത് ആമേൻ 1-ാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക്. നിന്റെ വഴിപാടുകളെ ഒക്കെയും ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഏനോ ദാനോ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടന്നു വരുന്നവരാകരുത് ദൈവമക്കൾ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവിക കാര്യങ്ങൾക്കെല്ലാം മുൻതൂക്കം കൊടുക്കുന്നവരായി നാം മാറ്റപ്പെടണം. സ്തോത്രം. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോൾ ദൈവിക കാര്യം മാറ്റിവെക്കാമെന്ന് പറയുന്നവർ ആയി നാം അലസരായി തീരരുത്. നാം മടിയുള്ളവരായി തീരരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഉത്സാഹമുള്ളവരായിരിക്കണം. വീര്യമുള്ളവരായിരിക്കണം. ദൈവമക്കൾ, എനിക്ക് എന്തെന്നെ കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു തീഷ്ണത ഉള്ളവരായിരിക്കണം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്, അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ യാഗം കഴിക്കുന്നു എങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. സ്തോത്രം. ഊനമില്ലാത്ത ആണിനെ എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ നല്ല ചുണക്കുട്ടികളായിരിക്കും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നല്ല ചുണയുള്ള സ്തോത്രം പറയണം. നല്ല ചുണയുള്ള ഹല്ലേലൂയ പറയണം. ചുണക്കുട്ടികളായി കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരയണം. ആമേൻ. സ്തോത്രം. വെള്ളിയാഴ്ച മാത്രമല്ല ആരാധന, ബുധനാഴ്ചയും ആരാധനയുണ്ടെന്നുള്ള ഓർമ്മയോടെ സ്തോത്രം ഉത്സാഹമുള്ളവരായി എല്ലാ ആരാധനയ്ക്കും കടന്നു വരുവാൻ നാം ഉത്സാഹിക്കണം. അല്പസമയം കർത്താവിന് വേണ്ടി നാം വേർതിരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് ആരോഗ്യം ലഭിക്കും, സ്വസ്ഥത ലഭിക്കും, സമാധാനം ലഭിക്കും. ആമേൻ. സ്തോത്രം. നമ്മുടെ വിഷയങ്ങൾക്കൊക്കെയും വിടുതൽ ലഭിക്കും. നമ്മൾ മറ്റെന്തിനു വേണ്ടി സമയം ചെലവിട്ടാലും അതെല്ലാം നൈമിഷികമായിരിക്കും.
നിമിഷ നേരം കൊണ്ട് അത് സ്തോത്രം നമ്മെ വിട്ടുപോകുവാനിടയാകും. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വന്ന് കരങ്ങളടിച്ച് ശക്തിയോടെ ഒന്ന് ദൈവത്തെ ആരാധിച്ച് കഴിയുമ്പോൾ നിനക്ക് സ്തോത്രം ഹല്ലേലൂയ ബ്ലോക്കായിരിക്കുന്ന രക്തധമനികൾ ഒക്കെയും പ്രവർത്തിക്കുവാൻ തുടങ്ങും. സ്തോത്രം ഹല്ലേലൂയ ക്ലോട്ടായിരിക്കുന്ന ആമേ സ്തോത്രം അവസ്ഥയൊക്കെയും മാറുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി നീ ആരോഗ്യമുള്ളവനായി തീരും. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തെ പാടി സ്തുതിച്ച് കഴിയുമ്പോൾ നിന്റെ ശ്വാസകോശത്തിലുള്ള ബ്ലോക്കുകളെല്ലാം കർത്താവ് മാറ്റിത്തരും. ഹല്ലേലൂയ. അവിടെയും ഇവിടെയുമൊക്കെ ഹല്ലേലൂയ നിന്റെ സന്ധികളും മജ്ജകളും കൊളുത്തി പിടിക്കുന്ന അവസ്ഥകൾ നോക്കുകയും ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഉത്സാഹത്തോടെ കർത്താവിന് മഹത്വം കൊടുത്ത് കഴിയുമ്പോൾ ഹല്ലേലൂയ ആമേൻ നിന്റെ ശരീരത്തിന്മേൽ ഒരു വലിയ വിടുതൽ വ്യാപരിക്കുവാനിടയാകും. നീ ആരോഗ്യമുള്ളവനായി തീരൂ, നീ സൗഖ്യമുള്ളവനായി തീരൂ. നിന്റെ വഴിപാടൊക്കെയും ഹല്ലേലൂയ കർത്താവിന് പ്രസാദകരമാകുന്ന യാഗമായി ഈ രാത്രികാലം മാറ്റപ്പെടത്തക്ക വേണം നിന്നെ അവരെ കരങ്ങളിലേക്ക് സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മലാഖി പ്രവചനം 3-ാം അധ്യായം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമപ്രവാചകന്മാരിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് മലാഖി പ്രവാചകൻ. സ്തോത്രം. മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിൽ തന്നെ. ഇത് ആര് പറഞ്ഞത്? സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതല്ല, ഇത് ദൈവം പറയുന്ന വിഷയമാണ്. സ്തോത്രം. ഇനി വായിച്ചാട്ടെ. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് ഞാൻ പറയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. തോൽപ്പിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ലഭിക്കുന്നതിൻ്റെ ദശാംശം മാറ്റി വെക്കേണ്ടത് ആമേൻ സ്തോത്രം ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്യുന്നവരുടെ തലമുറകൾ ഒക്കെയും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അല്പമായിട്ടല്ല, മുഴുവനായും നിങ്ങളുടെ ദശാംശം മുഴുവൻ എവിടെ കൊണ്ടുവരണം? ആമേൻ സ്തോത്രം. ആലയത്തിൽ കൊണ്ടുവരണം. ആലയത്തിൽ റെൻ്റ് കൊടുക്കാനില്ലാതെ വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരാ വഹിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ദശാംശം ശരിയായിട്ട് Surely my God is strength of my soul. Your love defends me. Your love defends me. And when I feel like all alone, your love defends me. Your love defends me. And praise Lord, I thank you for giving me an opportunity to tell this family verse. Galatians 5:17. For the desires of the flesh are against the spirit, and the desires of the spirit are against the flesh. For these are opposed to each other, from keeping you doing the things you want to do. Amen. By God's grace, I was able to score well in my board exams. I thank Pastor Engel and the whole church for praying. Amen. Praise the Lord. The Lord is far from wicked, but he hears the prayer of righteous. Proverbs 15:29. Please pray for me and my family. Amen. Praise Lord. Praise Lord. But small is the gate and narrow is the road that leads to life, and only a few will find it. Matthew 7:14. And by God's grace, I was able to score good in my class 12 board. I thank Pastor Uncle and the whole church for all your valuable prayers. Praise the Lord. Jeremiah 33:3. Call unto me, and I will answer you and show you great things and mighty things that you have never known.
Bless Lord, I want to thank you, Lord, for a wonderful day. Thank you, Lord, for helping me. Blessed are the pure in heart, they shall see the God. Please pray for me in my past place, Lord. God is our refuge and strength, they very present help in trouble. Psalms 46 verse 4. You are good and do good. Teach me your status. Psalms 119 verses 68. Please pray for me and my family. Praise the Lord. Look forward, stall, and Jesus answering me. They said, you shall not put the Lord your God to test. Please pray for me and my family. Praise the Lord. Praise the Lord. ഇവിടെ കൊടുക്ക മൈക്ക്. ആരാ ഇനി പറയാനുള്ളത് ഉണ്ടോ? The beginning God created heaven and earth. Praise the Lord. Believe. Praise the Lord. Believe the Lord Jesus Christ, you will be saved. Acts 60 verses 61. Please pray for me. Praise the Lord. Always play, never lose hope. Psalm, Luke 18 verses 1. Praise the Lord. The Lord bless you and keep you. Numbers 6 is 24. Please pray for me. Amen. Praise the Lord. Praise the Lord. 1,000 may fall at your side, 10,000 may at your right hand, but it shall not come near you. Psalms 91 verse 7. Praise the My Lord. brother, be strong in Lord and power of his might. പറ. Praise Lord. Truly God is good to Israel, for those who are pure in heart. Psalm 73 verse 1. Please pray for me and my family. Praise the Lord. In the beginning God created heaven and earth. Please pray for me and my family. Praise the Lord. I thank my God for mentioning me for this prayer. Philemon 1 verse 4. Praise the thank you, Yahweh says, memories, Isaiah 48 verse 11. For the mountains shall depart and the hills be removed, but the loving kindness of Jesus Christ will not be moved. Praise the Lord. I thank the Lord for giving me one more opportunity to stand amidst of all of you. He kept me safe past all the time, and as you all know, I got good results. I thank each and everyone who prayed for me, and please uphold me in your prayers once again. 1 Peter 1 verses 15. As you know, which he had called you as holy, so be ye holy in all manner of conversation. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകാല് പൈതൽ ഒലിവിനായിട്ട് സ്തോത്രം ചെയ്യാം. അലക്സയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പൈതൽ ആരോനായിട്ട് സ്തോത്രം ചെയ്യാം. നാട്ടിലായിരിക്കുന്ന പൈതൽ ആമേൻ യോനയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അനിറ്റയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവ് അവർക്കൊക്കെ സ്വർഗീയ ജ്ഞാനവും ബുദ്ധിയും കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യുവാൻ തക്കവണ്ണം എല്ലാവർക്കും ഒന്നിനൊന്ന് മെച്ചമായ മാർക്ക് കർത്താവ് കൊടുത്ത് മാനിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. തുടർന്നും സ്വർഗീയ ജ്ഞാനമുള്ളവരായി, ബുദ്ധിയുള്ളവരായി, അഭിഷക്തരായി, കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് മാറ്റേണ്ടതിനായി കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. സാക്ഷ്യം പറ. ജീസസ്. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കില ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാ എന്നെയും വീണ്ടെടുത്തു പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാ എന്നെയും വീണ്ടെടുത്തു കൃപയേ കൃപയേ വർണ്ണിപ്പാൻ സാധ്യമേ അത് കൃപയേ കൃപയേ വർണ്ണിപ്പാൻ സാധ്യമേ അത് നന്ദി യേശുവേ നന്ദി യേശുവേ
നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവകൃപയാൽ നിർത്തിടും. ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ചു കേൾപ്പാൻ. ആമേൻ. രാത്രികാലം കർത്താവ് വെടിയാക്കിയല്ലോ. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമല്ലുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകുമാറാകട്ടെ. ആമേൻ. രാത്രികാലം ഹല്ലേലൂയ കേട്ട ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ വചനം കേട്ട് ആമേൻ സ്തോത്രം. ആമേൻ മറന്നു കളയുന്നവരായിട്ടല്ല, അതിനെ ചെയ്യുന്നവരായി അനുസരിക്കുന്നവരായിരിക്കാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കിയല്ലോ. അവരുടെ ഭാവി വിഷയങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി അവർക്ക് മുന്നോട്ട് പഠിക്കുവാനുള്ള ആമേൻ ഗ്രൂപ്പൊക്കെയും കർത്താവ് സ്തോത്രം ഹല്ലേലൂയ ആമേൻ ദൈവീത പ്രകാരം കൊടുത്ത് മാനിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സാക്ഷ്യവാചകങ്ങൾ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. തുടർന്ന് നടക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ വചന സൂക്ഷിയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായി ദൈവത്തെ സ്തുതിക്കാം. അമൃതി കുലുക്കി വലിയൊരളവിൽ കർത്താവ് മടിയിൽ കൊടുത്ത് എല്ലാവരെയും മാനിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് സാമ്പർ പ്രാർത്ഥിച്ചാട്ട്. ചെയ്യുന്നു കർത്താവ്. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളോട് കർത്താവ് സംസാരിച്ച വചനങ്ങൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. പ്രത്യേക കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്ത വിജയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവരാരോഗ്യത്തോടെ ബലത്തോടെ ദൈവമേ ഞങ്ങളുടെ മുമ്പാകെ കർത്താവെ അവരുടെ സാക്ഷ്യങ്ങൾ കർത്താവെ ജീവനുള്ള ദൈവത്തിൻ്റെ കർത്താവെ ഹല്ലേലൂയ ദൈവം മഹത്വത്തിന് കാരണമായി തീരുവാൻ ദൈവമേ ഒരുക്കിയ ദൈവം നല്ല ദിവസത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം കുഞ്ഞുങ്ങളെ ഇനി മാനിക്കണമേ കർത്താവ്. അവരുടെ തുടർന്ന് എടുക്കുന്ന ദൈവമേ തീരുമാനങ്ങളെല്ലാം കർത്താവിൻ്റെ ഹിതത്തിലായിരിക്കാൻ കർത്താവ് യേശുവിച്ച് കൂടുതൽ കർത്താവുമായി അടുക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് ഓർത്ത് ദേശത്തിൽ അവർ ദൈവം മാനിച്ചതിനായ ദൈവത്തിന് കർത്താവ് അധികമായി കർത്താവ് അവരോട് കൃപ ദൈവമേ ചൊരിയണമേ കർത്താവ്. അവരുടെ വരുംകാലങ്ങളിൽ കർത്താവ് അവരുടെ തീരുമാനങ്ങളിലെല്ലാം കർത്താവ് മാതാപിതാക്കൾക്കും കർത്താവ് അവർക്കെല്ലാം ദൈവം യേശുവിച്ച ഉചിതമായ തീരുമാനം എടുക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നാളെ നടക്കുന്ന പ്രോഗ്രാം കർത്താവ് ദൈവം യേശുവിച്ച ഏറ്റവും മനോഹരമായി ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ കർത്താവ്. അതിൻ്റെ ദൈവം നേതൃത്വം നൽകുന്ന എല്ലാവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഭംഗിയായി ഉചിതമായി ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ. കേട്ട വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം ദൈവം ഞങ്ങൾക്ക് വേണ്ടി പകർന്നു തന്നിരിക്കുന്ന കർത്താവ് വിലയേറിയ വാക്യങ്ങൾക്കായി ദൈവം വാക്കുകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ദൈവം കർത്താവിന് വേണ്ടി മുഖാന്തരമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവം ഞങ്ങളെ സൃഷ്ടിച്ചു, അത് കർത്താവിന് മുഖാന്തരമായി തീരുവാൻ ദൈവം ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു കർത്താവ്. മറ്റെല്ലാ വിഷയങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവം ദൈവം അതിന്മേലെല്ലാം കർത്താവ് പ്രവർത്തിക്കുന്നതോർത്ത് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസനെ ദൈവം ബലപ്പെടുത്തണമേ കർത്താവെ. ഏകാഗ്രതയോടും ഭയഭക്തിയോടും ദൈവത്തിന് മുമ്പാകെ കർത്താവ് വചനങ്ങളെ ഏറ്റെടുക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഫലമുള്ളതായി 30, 60, 100 അത് നശിച്ചു പോകാതെ ദൈവമേശുവിച്ച പറവുകൾ വന്ന് എടുത്തുകൊണ്ട് പോകാതെ കർത്താവ് നശിച്ചു പോകാതെ ദൈവം നല്ല മണ്ണിൽ വീണ വിത്ത് പോലെ കർത്താവെ അത് അധികമായി ഫലമുള്ളത് കായ്ച്ചു തീരുവാൻ ദൈവടിയാക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ടായി സ്തോത്രം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ.
പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന് സന്നിധാനത്തിൽ താണിരിക്കാം. തുടർന്നുള്ള സമയം വചന സൃഷ്ടിക്കായിട്ട് കർത്താവിൻ്റെ അഭിഷക്തൻ ആമേൻ ഹാലലൂയ ജമ്പറിനെ മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ മുഖത്തെ പ്രസന്നതയൊക്കെ ഒന്ന് കാണട്ടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ. ആമേൻ. എല്ലാവരും ഇങ്ങനെ കടിച്ചു കയറുന്ന സിംഹം പോലെ ആമേൻ ഹല്ലേലൂയ നോക്കിയിരിക്കാതെ ആമേൻ ഹല്ലേലൂയ തികഞ്ഞ ദൈവിക സ്നേഹത്തിൽ ആമേൻ ഹല്ലേലൂയ ദൈവിക സാന്നിധ്യത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവെ അടിയൻ ശുശ്രൂഷിക്കുമ്പോൾ ആമേൻ ദൈവം തന്നെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഓരോ ഉള്ളങ്ങളും വ്യക്തമായി ഒന്ന് സംസാരിച്ചാട്ട് അല്പസമയം നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആമേൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദത്തെ കേൾക്കുവാൻ ഈ രാത്രി ഞങ്ങളുടെ കാതുകൾക്കിടയാക്കണമേ കർത്താവെ. അത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് വഴിയാക്കി മാറ്റണമേ. ഞങ്ങൾ കടന്നു വന്നത് വെറുതെ അല്ല കർത്താവെ, ഒരു വലിയ അനുഗ്രഹത്തോടെ ആമേൻ, ഒരു വലിയ ദൈവ ശബ്ദത്തോടെ ഈ രാത്രി ഈ ഹോൾ വിട്ടു പോകുവാൻ കർത്താവെ ഞങ്ങൾക്കിടയാക്കണമേ. ആമേൻ. ഞങ്ങളുടെ ആമേൻ ബലഹീനതയിൽ, ഞങ്ങളുടെ താഴ്ന്ന അവസ്ഥയിൽ, ആമേൻ മനസ്സിൻ്റെ മനോവിഷമ വേളകളിൽ കർത്താവിൻ്റെ ഒരു വാക്ക് മതി. ആമേൻ. ഒരു വാക്ക് മതി. അത് ഞങ്ങൾക്ക് ആശ്വാസം പകരുന്നതാ. ആമേൻ. ആശ്വാസം പകരുന്നതാ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളത് അനുഭവിച്ചറിഞ്ഞതാ. ഈ നാളുകളിൽ ഹല്ലേലൂയ ആമേൻ വീണ്ടും ഒരു ദൈവ ശബ്ദം ഞങ്ങളെ ജീവിപ്പിക്കുന്ന ആമേൻ. സ്തോത്രം. ഇതിൻ്റെ ശബ്ദം ഒന്ന് കൂട്ടാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളെ ജീവിപ്പിക്കുന്ന, ഞങ്ങൾക്ക് ജീവൻ പകരുന്ന ആമേൻ ദൈവ ശബ്ദം ആമേൻ ഹല്ലേലൂയ ഈ രാത്രി ഞങ്ങളോട് അരുളി ചെയ്യണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് ആമേൻ ഹല്ലേലൂയ. സ്വർഗം നമ്മുടെ ഇടയിലുണ്ട്. ആമേൻ. നമ്മുടെ ഇടയിൽ സ്വർഗം ഇറങ്ങി നിപ്പുണ്ട്. യേശു നമ്മുടെ ഇടയിൽ ആമേൻ ഉലാത്തുന്നത് ആത്മാവിൽ കാണുവാൻ ആമേൻ എത്ര പേർക്ക് തിരിച്ചറിയുക. ആമേൻ. പെന്തക്കോസ്തിൻ്റെ ആരാധനയായത്. ഓ, ഇത് പെന്തക്കോസ്തിൻ്റെ ആരാധനയാ. ആമേൻ. ഇതൊരു നാമധേയ ചടങ്ങല്ല. ആമേൻ. പരിധികളെല്ലാം പൊളിഞ്ഞു മാറട്ടെ. ആത്മാവിലും സത്യത്തിലും ആമേൻ അന്യഭാഷയിൽ ആമേൻ ശരീരം കൊണ്ടും ദൈവത്തെ ആമേൻ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ ആമേൻ ഈ വെള്ളിയാഴ്ച രാത്രികാലം നമ്മൾ തെരഞ്ഞെടുത്തെങ്കിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഈ ആരാധനാലയം ദൈവ ശബ്ദം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 11-ാം അധ്യായം ആമേൻ അതിന്റെ 14, 15, 16 ആരെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഉണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരിക്കുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആമേൻ. നമ്മളെല്ലാം പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വെള്ളിയാഴ്ച രാത്രികാലം ദൈവസന്നിധി കടന്നു വന്നിരിക്കുക. ആമേൻ. നമ്മളെല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ആമേൻ. നമ്മൾ ആക്ച്വലി എന്താണെന്നറിയാമോ? ഒരു യാത്രയില്ല. ആമേൻ ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ താമസിക്കുമ്പം അബ്രഹാം എങ്ങനെയാ ദൈവ വിളി കേട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നത്? ആമേൻ. അതിൻ്റെ 8-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ആമേൻ. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മളും ഒരു യാത്രയിലാണ്. പല കാര്യങ്ങളും, നമ്മുടെ ഭാവി കാര്യങ്ങളാകട്ടെ, നമ്മുടെ മുന്നോട്ടുള്ള വിഷയങ്ങളൊന്നും നമുക്കറിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. ഒരു കറക്റ്റ് വെളിപ്പാട് നമുക്കില്ല. ആമേൻ. എന്നാൽ നമ്മൾ യാത്ര ചെയ്യുന്നത് എങ്ങനെയാ? വിശ്വാസത്താൽ.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ ഇടാൻ പോകുന്ന 3 കാര്യങ്ങളുണ്ട്. ആമേൻ. കാണുന്നതിനെ അല്ല നമ്മൾ നോക്കി പാർക്കുന്നത്, കാണാത്തതിനെയാണ്. അതിനാ വിശ്വാസികളുടെ ഒരു കൂട്ടമെന്ന് നമ്മളെ വിളിക്കുന്നത്. ആമേൻ. ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ വേണം. ഒന്ന്, എന്ത് ചെയ്യണം? വിശ്വാസം വേണം, പ്രത്യാശ വേണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. ആമേൻ. ഇത് 3 നമ്മിൽ വർക്കൗട്ട് ആയാലേ ആമേൻ നമ്മുടെ ദർശനം മാറത്തുള്ളൂ, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഇപ്പോഴത്തെ സുവിശേഷം പോലെ ആമേൻ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ എല്ലാം ഈ ലോകത്തിലെ കാഴ്ചപ്പാടിൽ നമ്മളെ ഒതുക്കി നിർത്തുന്ന ആമേൻ ആ ശുശ്രൂഷയുടെ തലം മാറി ആത്മീക കാഴ്ചപ്പാടുള്ളവരായി, ദർശനമുള്ളവരായി, അബ്രഹാമിനെ പോലെ ആമേൻ നമ്മുടെ പിതാക്കന്മാരെല്ലാവരെയും പോലെ ആമേൻ ഹല്ലേലൂയ ഒരു ദർശനമുള്ളവരായി ആമേൻ നമുക്കൊരു സ്വർഗീയ നാടുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. ഇവിടെ നമ്മുടെ താൽക്കാലിക ഭവനമാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന വീടാകട്ടെ, ജോലിയാകട്ടെ, നമ്മുടെ തലമുറകളാകട്ടെ, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ചുരുങ്ങിയ ആയുസ്സിൽ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ആയുസ്സിൽ അനുഭവിക്കാൻ മാത്രമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് സ്തോത്രം പറയുന്ന എത്ര പേരുണ്ട്? ഒന്ന് ഹല്ലേലൂയ ഒന്ന് ആമേൻ. നിങ്ങൾ ഹല്ലേലൂയ ഒന്ന് പറഞ്ഞേ. ആമേൻ. ഒരു സ്തോത്രം ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ആമേൻ. ഈ മെസ്സേജിലൂടെ ആമേൻ നമ്മുടെ കാഴ്ചപ്പാടുകൾ സ്വർഗീയമായ ലെവലിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മൾ ഈ പകൽക്കാലം ചിന്തിച്ചു തുടങ്ങണം. ഈ രാത്രികാലം നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. ആമേൻ. അതിനെന്താ വേണ്ടത്? നമുക്ക് പ്രത്യാശ വേണം. ഇവിടം കൊണ്ട് തീരുന്നതല്ല ഞാൻ. ജോലിയിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, സാമ്പത്തികമായ ഒരു ക്ഷീണം വരുമ്പോൾ, ആമേൻ ഹല്ലേലൂയ തലമുറകൾക്ക് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ അപ്സെറ്റായി പോയി, നമ്മുടെ പ്രാർത്ഥന പോയി, ആമേൻ നമ്മുടെ ആരാധന പോയി, നമ്മുടെ ഉപവാസം പോയി. നമ്മൾ ഉപവാസം എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എല്ലാം നമ്മുടെ ഭൗതിക നീഡ്സിന് വേണ്ടി ആയിരിക്കരുത്. ഒരു റിയൽ ക്രിസ്ത്യാനി അങ്ങനെയായി മാറാൻ പാടില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആമേൻ പ്രത്യാശയുള്ളവരായി, നിത്യതയെപ്പറ്റി ദർശനമുള്ള ഒരു കൂട്ടമാണ് നമ്മളല്ല. ഇതെല്ലാം നമുക്കറിയാം. എന്നാലും നമ്മൾ കേൾക്കുന്ന സുവിശേഷം മൊത്തം നമ്മുടെ ഇവിടുത്തെ ആവശ്യങ്ങളിൽ ഒതുങ്ങിക്കൂടി നമ്മൾ അങ്ങനെ അങ്ങായി മാറുക. എന്നാൽ അബ്രഹാം, വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്ന അബ്രഹാം, അവൻ ദൈവവിളി കേട്ട് ഇറങ്ങി തിരിച്ചപ്പം മെസൊപ്പൊത്താമ്യയിൽ ആമേൻ ദൈവങ്ങളെ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു അബ്രഹാം. ആമേൻ ഹല്ലേലൂയ. ഒന്നും സംസാരിക്കാത്ത, ഒന്നും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത വിഗ്രഹങ്ങളെ വിൽക്കുന്ന ആ ദേശത്ത് നിന്നും ഒരു ദൈവ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചതാണ് അബ്രഹാം. എവിടേക്കെന്ന് പോലും അറിയത്തില്ല. ആമേൻ. എന്നാൽ നമുക്ക് ഇന്ന് കൂട്ടിന് ദൈവവചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതം നമ്മൾ കണ്ടു വളർന്നവരാ. ആമേൻ. നമ്മളെ കൂടുതൽ ജീവിപ്പാൻ പ്രേരിപ്പിക്കുന്ന അനേക ഘടകങ്ങൾ ഇന്നുണ്ടെങ്കിലും വിശ്വാസത്തിൽ ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ ഈ രാത്രി ഈ മെസ്സേജിലൂടെ നിങ്ങളൊന്ന് ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങളിൽ നമ്മൾ അധിഷ്ഠിതമായി പോകരുത്. ആമേൻ. നമുക്ക് ആമേൻ ഒരു സ്വർഗീയ കനാനുണ്ട്. ആമേൻ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. നമ്മുടെ ദൈവമെന്ന് വിളിക്കാൻ ദൈവം ലജ്ജിക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഏത് കാര്യത്തിനാ? ഒന്ന് സ്വയം നിങ്ങളൊന്ന് ശോധന ചെയ്ത് നോക്കിക്കേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങൾ ഉപവസിക്കുന്നത് എന്തിനാ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ആമേൻ. നിങ്ങൾ വല്ലാതെ വലയുകയാണോ? ക്രിസ്ത്യ ജീവിതം കൊണ്ട് നിങ്ങൾ ആമേൻ മാധുര്യമാക്കുന്ന എന്താണ്? ഇന്ന് നമ്മൾ ആരാധന തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ ഒരു പാട്ട് പാടി. ഏത് പാട്ടായിരുന്നു? രണ്ടാമത്തെ പാട്ട് ഏതായിരുന്നു? നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, രോഗങ്ങൾ. ഓക്കെ. നിത്യതയുമായിട്ട് കണക്റ്റ് ആക്കുന്ന ലൈൻ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഏതായിരുന്നു അത്? ലോക സുഖങ്ങളും ഒന്നും വേണ്ട, ഈ ലോകത്തിൻ്റെ ധനങ്ങളും നമുക്കൊന്നും വേണ്ട. ആമേൻ. നമുക്ക് എന്തു മതി? നിത്യത മാത്രം മതി.
നിത്യതയെ ദർശനം വെക്കുന്ന നമ്മുടെ ഒരു പാരമ്പര്യ പിതാക്കന്മാർ ഉണ്ടായിരുന്നു. ആമേൻ. അവരുടെ പാത പിന്തുടർന്ന് വന്ന നമ്മൾ നമ്മുടെ സുവിശേഷത്തിൻ്റെ ആ സ്റ്റൈല് മാറിപ്പോകുന്നുണ്ട്. ആ കാഴ്ചപ്പാട് മാറുന്നുണ്ട്. നമ്മളെല്ലാം ഗൾഫിൽ കൊണ്ടിട്ടേക്കുക, നമ്മളെല്ലാം ഒമാനി ദൈവം കൊണ്ടിട്ടേക്കുക. എന്നാൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ എല്ലാ വെള്ളിയാഴ്ചയും വരുന്നുണ്ട്, ബുധനാഴ്ച വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓരോ ആരാധനയ്ക്ക് വരുമ്പോഴും ഈ ലോകം നമുക്കുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിത്യമായ വീട് കർത്താവ് എനിക്ക് ഒരുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടും പ്രയാസത്തിൽ നിന്നും എല്ലാം കർത്താവ് എന്നെ പുറത്തെടുക്കുകയും ചെയ്യും. അതോടൊപ്പം എനിക്ക് ദൈവം തന്ന അവകാശം, ആ വാഗ്ദത്തം ഞാൻ പ്രാപിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ആരാധനയ്ക്ക് വരുന്ന എത്ര പേരുണ്ട്? നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല. നമ്മൾ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടാകുന്നു. പഴയ നിയമ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ 2 പേരുണ്ട്. ഒന്ന് ലോത്തിൻ്റെ ഭാര്യ. സോദോമും ഗോമോറയും വിട്ടുപോകാൻ ദൈവം പറഞ്ഞപ്പോൾ അവൾ അതിലോട്ട് ആഗ്രഹിച്ചൊന്ന് തിരിഞ്ഞു നോക്കിയപ്പം എന്തായി മാറി? ഉപ്പ് തൂണായി മാറി. അതേപോലെ ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിളിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പോകുന്ന യാത്രയിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നപ്പം അവർ പറഞ്ഞത് എന്താ? മിസ്രൈമിലേക്ക് മതി. അവിടുത്തെ ഫുഡ്, അവിടുത്തെ ആ സ്ലേവറിയിലാണെങ്കിലും അവരുടെ ആഹാരത്തിനൊന്നും കുറവില്ലായിരുന്നു. അതിലേക്ക് അവരുടെ ആഗ്രഹം പോയി. വാഗ്ദത്ത നാട്ടിലേക്കുള്ള ദർശനം അവരുടെ എന്ത് ചെയ്തു? മങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. നമ്മളും അതേ പാതയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകമാകുന്ന മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും കർത്താവ് തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളെ കൊണ്ടുപോവുകയാണ് നിത്യതയിലേക്ക്. അവനോടൊപ്പം വാസം ചെയ്യുവാൻ, അവനോടൊപ്പം ആരാധിപ്പാൻ, അവനോടൊപ്പം ദൈവത്തെ സ്തുതിപ്പാൻ, അവൻ്റെ പ്രിയ മക്കളായി അവൻ്റെ ആത്മാവിനെ തന്ന് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ ലോകത്തിലാരാ? നമ്മൾ യാത്രക്കാരാ. നമുക്കിവിടെ ഒരു കെട്ടിടമില്ല. അബ്രഹാം കൂടാരം മാറി മാറി അടിച്ചതുപോലെ ഉള്ളൂ നമുക്കിവിടെ തരുന്ന എല്ലാ ഭൗതിക നന്മകളും. പ്രൈസ് ദി ലോർഡ്. ഈ കാഴ്ചപ്പാട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇതാണ് റിയൽ സുവിശേഷം. ഹല്ലേലൂയ. നമ്മൾ സ്വർഗീയന്മാരാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ലോകത്തിലെ ജീവിതം നമ്മുടെ താൽക്കാലികമാണ്. ഈ ദർശനം പ്രാപിച്ചത് ആ വർഷാസത്താൽ തരണം ചെയ്യും. അതിനുവേണ്ടി അബ്രഹാമിനെ ഉദാഹരണമായി എടുത്തത്. അതിൻ്റെ 9 വായിച്ചേ. അവൻ വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശിയായ ഇസ്ഹാക്കിനോടും യാക്കോബിനും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. കണ്ടോ? ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ള നഗരത്തിനായി അബ്രഹാമിനെ പോലെ, ബഹുജാതികളുടെ പിതാവായിരുന്നു അബ്രഹാം, ആ അബ്രഹാമിനെ പോലെ ഒന്ന് കാത്തിരിക്കുവാൻ നമ്മുടെ ഹൃദയം ഈ രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇവിടെ കാണുന്നതൊന്നും നമുക്കുള്ളതല്ല. ഈ ലോകം നമുക്കുള്ളതല്ല. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. എങ്കിലും ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്ന നമ്മൾ എന്നേക്കും നിലനിൽക്കും. നമുക്ക് മരണമില്ല. മരണത്തിൻ്റെ ചിന്തകൾ മാറട്ടെ. പാസ്റ്റർ ഒരു വേർഡ് ഇവിടെ പറഞ്ഞായിരുന്നു. എന്താണ്? ഉയർപ്പിൻ്റെ ദിവസം. പ്രൈസ് ദി ലോർഡ്. ഉയർപ്പെന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ പ്രത്യാശ. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ തലമായിരുന്നു അവൻ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ വഹിച്ചുകൊണ്ട് നടക്കുന്നവനാണ്. ഏത് വലിയ വിഷയമാണെങ്കിലും സ്വന്തം മകനെ യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞപ്പോൾ ഈ ചാരത്തിൽ നിന്ന് പോലും സന്തതിയെ ഉളവാക്കി തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാമിനുള്ള വിശ്വാസമാണ് പുനരുത്ഥാന വിശ്വാസം. ഇതുകൊണ്ട് ഈ ലോകത്തിലെ എൻ്റെ ഈ ആയുസ്സിൽ ഈ ലോകത്തിൽ കർത്താവ് എനിക്ക് തന്നിട്ടുള്ള ഈ ജഡത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ മാത്രമല്ല എൻ്റെ ജീവിതം. ഇത് കഴിഞ്ഞ് ഒരു സ്വർഗീയമായ ശരീരം എനിക്ക് ദൈവം തരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കൂടാരമാകുന്ന നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ഒരു നിത്യമായ ഭവനം
ഉയരത്തിൽ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ആമേൻ. മൺമയമായത് ആമേൻ ഈ മണ്ണോടുകൂടെ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. വിൺമയമായത് നമ്മിൽ പ്രാപിക്കും. ആമേൻ. നമ്മൾ ആദാമിൽ നിന്ന് ജനിക്കപ്പെട്ട് ഈ ലോകത്തിൽ മരിച്ച് മണ്ണോട് ചേരുന്നത് പോലെ സ്വർഗീയനാൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാ. അവൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് നമ്മളോട് പറയുക, നിങ്ങൾക്കൊരു നിത്യതയുണ്ട്. രോഗമില്ലാത്ത, മരണമില്ലാത്ത, ആമേൻ, കഷ്ടപ്പാടുകളൊന്നുമില്ലാത്ത സന്തോഷകരമായ ഒരു ജീവിതം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആമേൻ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഈ ലോകത്തിലെ ജീവിതമൊക്കെ അവസാനിച്ച് ആ നിത്യത ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. ധൈര്യത്തോട് സന്തോഷത്തോടും കൂടെ നിങ്ങളുടെ കരം പൊക്കാൻ പറ്റുമോ? ആമേൻ. അങ്ങനെ പൊക്കിയാൽ മരണഭീതി നിങ്ങളെ വിട്ടുമാറി. ആമേൻ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മൾ പ്രാപിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. മരിച്ചു കഴിഞ്ഞാണോ? അല്ല, മരിച്ചു കഴിഞ്ഞല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മളിൽ വർക്കൗട്ടാകണം. നമ്മൾ പ്രസംഗിക്കണം, നമ്മൾ പറയണം. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, നമുക്ക് മരണമില്ല. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് എന്തില്ല? മരണമില്ല. വിട്ടു പിരിഞ്ഞാൽ എൻ്റെ ആത്മാവ് ആരോടുകൂടെ? ക്രിസ്തുവിനോട് കൂടെ. ആമേൻ. ഈ മണ്ണോട് മണ്ണ് എൻ്റെ ശരീരം ചേർന്നാലും ആ കാഹളനാദം ഞാൻ കേൾക്കുമ്പോൾ ആമേൻ, ഈ മണ്ണിൽ നിന്ന് എൻ്റെ ശരീരം ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാന ശരീരം എനിക്ക് കിട്ടുമെന്ന് ഉള്ളിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി, അബ്രഹാം വിശ്വാസിച്ച ശക്തി. ആമേൻ. ഹല്ലേലൂയ. റോമാലേഖനം 4-ാം അധ്യായം ഒന്നെടുത്ത്, റോമർ 4 അതിൻ്റെ 17 മുതലൊന്ന് വായിച്ചേ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്കും പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഫസ്റ്റ് അവനിലുള്ള ആശ എന്ന് പറഞ്ഞാൽ അവൻ കാണുന്ന തൻ്റെ ഭൗതിക സാഹചര്യം, തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം, സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം, ആമേൻ, ഇതെല്ലാം അനുമാനിച്ചുള്ള ആശയാണ് ആദ്യം പറയുന്ന ആശ. ആ ആശയ്ക്ക് വിരോധമായി അവൻ ആശയോടെ വിശ്വസിച്ചു. അതേതാശയാണ്? അത് വിശ്വാസത്താലുള്ള ആശ, ദൈവിക വാഗ്ദത്തത്തിലുള്ള ആശ. ആമേൻ. അതിലൊന്ന് ആശ വെക്കാൻ ആമേൻ. അബ്രഹാം, ബഹുജാതികളുടെ പിതാവായ അബ്രഹാം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആമേൻ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചതുപോലെ സാഹചര്യങ്ങൾക്കെതിരെ, ഏത് വലിയ സാഹചര്യമാണേലും ആമേൻ. ഇന്ന് ആമേൻ നമ്മുടെ ദേവദാസൻ പറഞ്ഞില്ലേ ടൈത്ത് കൊടുക്കുന്ന കാര്യം. ആമേൻ. ഹല്ലേലൂയ. എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. 100 രൂപ ഇടുന്നവൻ 10 റിയാൽ ഇട്ട് കഴിയുമ്പോൾ ബാക്കി 90 ഉള്ളല്ലോ. അതുകൊണ്ട് എങ്ങനെ എൻ്റെ കാര്യം നടക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പം ആമേൻ കർത്താവ് തൻ്റെ ഭണ്ഡാരം തുറന്ന് ആമേൻ തൻ്റെ ഭൃത്യന്മാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ. ഇതാണ് ദൈവപ്രവൃത്തി. ഇതിൽ അബ്രഹാം പൂർണ്ണമായി വിശ്വസിച്ചു. ആമേൻ. നമുക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ തലം ഓപ്പണാക്കി കിട്ടണം. ആമേൻ. ഹല്ലേലൂയ. അബ്രഹാം നിർജീവത്വം ഗ്രഹിച്ചിട്ടും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കുറച്ച് ഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആ കാര്യം മാത്രമല്ല, എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതിനെപ്പറ്റി, ദൈവം വചനത്തിൽ പറഞ്ഞതിനെപ്പറ്റി, ആമേൻ, ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവദാസന്മാർ നമ്മളോട് ദൈവം മൂലം അരുളി ചെയ്തതിനെപ്പറ്റി ആമേൻ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തിങ്കിങ് പാറ്റേണിലേക്ക് അത് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ആമേൻ, അതെന്താ? ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കും. അതിനെന്താ പറയുക? വിശ്വാസത്താൽ ശക്തിപ്പെടണം. വിശ്വാസത്തിൽ എങ്ങനെ ശക്തിപ്പെടുന്നേ? ദൈവത്തിൻ്റെ വചനങ്ങൾ, നമ്മുടെ പിതാക്കന്മാരെ അവരുടെ ആ കഷ്ടതയിലൂടെ അവരെ ദൈവം നടത്തിയത്, ആമേൻ, അവരുടെ വിശ്വാസ വീരന്മാരുടെ പട്ടിക എബ്രായ ലേഖനം ആമേൻ 11-ാം അധ്യായം എഴുതി വെച്ചിരിക്കുന്നത്. അനേക വിശ്വാസ വീരന്മാരെ നടത്തിയ ദൈവം എന്നെയും നടത്തും.
എൻ്റെ ഈ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. ആമേൻ. വിശ്വാസത്തിലൊന്ന് ശക്തിപ്പെടാമോ? കർത്താവ് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ തോട്ടാ തരുന്നേ, എന്തൊക്കെ ചിന്തയാ തരുന്നേ, ആമേൻ, ആ വചനത്തിൽ ഒന്ന് മുറുകെ പിടിച്ച് ആമേൻ വിശ്വാസത്തിലൊന്ന് ശക്തിപ്പെട്ടാൽ ആമേൻ ദൈവിക വാഗ്ദത്തത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെക്കുകയാണ്. ആമേൻ, നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ മുങ്ങിപ്പോത്തില്ല. ആമേൻ, അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകത്തില്ല. ഈ ലോകത്തിൻ്റെ നന്മയാ വലുതെന്ന് വിട്ടുപോകുന്നതിനെ ഓർത്ത് മടങ്ങിപ്പോകാൻ ഇടവരത്തില്ല. ആ സ്വർഗീയമായതിനെ തന്നെ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. കർത്താവെ, പലപ്പോഴും എങ്ങനെയാ എൻ്റെ മുന്നോട്ടുള്ള കാര്യമെന്ന് എനിക്കൊരു വ്യക്തമായ ചിത്രം കാണുന്നില്ല എങ്കിലും നിൻ്റെ വചനം പറയുന്നു, ആമേൻ, നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ എന്നെ വിലയ്ക്ക് വാങ്ങിയതാ. ആമേൻ, നീ എനിക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. ആമേൻ, നിത്യമായ ഒരു കൂടാരം കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അവൻ എന്നെ കൈവിടത്തില്ല, അവൻ എന്നെ ഉപേക്ഷിക്കത്തില്ല. അവന് ഞാൻ പ്രിയപ്പെട്ടവനാണെന്ന് ആരൊക്കെ നിശ്ചയിച്ച് ആമേൻ ഈ രാത്രികാലം അങ്ങനെ തൻ്റെ വിശ്വാസത്തോടൊന്ന് വീര്യമൊന്ന് കൂട്ടിക്കേ. ആമേൻ, വിശ്വാസത്തോട് വീര്യമൊന്ന് കൂട്ടിക്കേ. വീര്യത്തോട് പരിജ്ഞാനമൊന്ന് കൂട്ടിക്കേ. പരിജ്ഞാനത്തോട് നിങ്ങളുടെ ഇന്ദ്രിയ ജയമൊന്ന് കൂട്ടിക്കേ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ അബ്രഹാം ആമേൻ ശക്തിപ്പെട്ടു. അവൻ വാഗ്ദത്തം പ്രവർത്തിക്കുകയും ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചു. അതുകൊണ്ട് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അവനെ മാത്രമല്ല, ആരെ വിചാരിച്ച? നമ്മളെയും കൂടെ വിചാരിച്ച, ഈ കൂട്ടത്തിലിരിക്കുന്ന നിങ്ങളെയും എന്നെയും കൂടെ വിചാരിച്ചാണ് ആമേൻ ഇവിടെ അത് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തം അബ്രഹാമിനോടുള്ളായിരുന്നു. നിന്റെ സന്തതി ഇവണ്ണമാകും, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽ തീരത്തെ മണൽ പോലെയും നിങ്ങളുടെ സന്തതിയാകും. എന്നാൽ ശരീരത്തിൻ്റെ അവസ്ഥ ഗ്രഹിക്കുമ്പോൾ ഈ ദൂതുമായിട്ട് ഒട്ടും മാച്ചല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാഹചര്യം അങ്ങനെയൊക്കെ തന്നെയല്ലേ? എന്നോടുള്ള ദൂതുകളൊക്കെ നിങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുന്നതല്ലേ? ഇപ്പോൾ ദേവദാസനൊക്കെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ എന്നോട് എപ്പോഴും പറയും, ദൂതുകളൊക്കെ ഭയങ്കരമാണ്. എബി ബ്രദർ പറയും, കൂടെ സഹകരിക്കുന്നവരെല്ലാവരും പറയും, അജേഷ് പറയും, ഗിഫ്റ്റ് പറയും, എല്ലാവരും പറയും ദൂതുകളൊക്കെ ഭയങ്കരമാണ്. പക്ഷേ സാഹചര്യത്തിന് മാറ്റമൊന്നുമില്ല. ആമേൻ, സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദൂത്, ആമേൻ, വലിയ ദൂതുകളാണ്. ബഹുജാതികൾക്ക് ഞാൻ പിതാവാക്കും. പക്ഷേ ഇപ്പോൾ അവൻ്റെ ശരീരം 100 വയസ്സിനോടടുത്തു. സാറ ഏകദേശം 90 വയസ്സിനോടടുത്തു. അപ്പോഴാണ് പറയുന്നത് നിങ്ങൾക്കൊരു സന്തതി ജനിക്കുമെന്ന്. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനത്തെ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആശയ്ക്ക് വിരോധമായി ആശയോടെ ഒന്ന് വിശ്വസിക്കാൻ എത്ര പേർ കഴിയും? ആമേൻ, ഏത് സാഹചര്യം നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് പോകുന്ന ഏത് സാഹചര്യമാണോ ആമേൻ, ആ സാഹചര്യത്തിൽ നിന്ന് ആമേൻ കർത്താവിൻ്റെ വാഗ്ദത്തം നമ്മളോടുള്ള ദൂത് അത് നടക്കും. എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ദൈവ വചനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ വിശ്വാസത്തിൽ പ്രത്യാശയോടെ ഞാൻ ആ വചനത്തിൽ മുറുകെ പിടിച്ച്, അല്ലെങ്കിൽ ഞാൻ ആ ദൈവശബ്ദത്തിൽ മുറുകെ പിടിച്ച് ഞാൻ യാത്ര ചെയ്യുകയാണെന്ന് ആമേൻ ആരൊക്കെ തൻ്റെ വിശ്വാസത്തെ ഈ രാത്രി ശക്തിപ്പെടുത്തുന്നോ അവരിലേക്ക് അസാധാരണമായ ഒരു ദൈവശക്തി ഈ രാത്രി ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. ആത്മാവിലൊന്ന് സടകുടഞ്ഞെഴുന്നേൽക്കുവാൻ, ആത്മാവിലൊന്ന് ശക്തിപ്പെടുവാൻ, വിശ്വാസത്തിലൊന്ന് ശക്തിപ്പെടുവാൻ, സാഹചര്യങ്ങളെ വലിച്ച് ദൂരെ എറിയുവാൻ. ഓ, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളെ എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ആമേൻ, കാണുന്നതിനെ അല്ല. ആമേൻ, പിശാചേ, കാണുന്നതിനെ അല്ല ഞാൻ വിശ്വസിക്കുന്നത്. കാണാത്ത പ്രോമിസ്, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് എൻ്റെ ജീവിതത്തിൽ നിറവേറും. ഹല്ലേലൂയ. ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ ഈ രാത്രി എത്ര പേർക്കത് കഴിയും? ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായും ഉയർപ്പിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതിനാൽ തന്നെ. ഹല്ലേലൂയ. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച യേശു ക്രിസ്തു, ആ ഉയർപ്പിൻ്റെ ശക്തിയാലാണ് ഈ രാത്രികാലം നമ്മൾ ഈ ഹോളിൽ ഇരിക്കുന്നത്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, പുനരുത്ഥാനത്തിൻ്റെ ശക്തി.
ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്താണെന്നറിയാമോ? മരണം നമ്മളെ താഴോട്ട്, നമ്മുടെ ചിന്തകളിലാണ് ഇതെല്ലാം വരുന്നത്. നിരാശ, മരണഭീതി, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ താഴോട്ട് വലിക്കുമ്പോൾ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് നമ്മൾ താഴോട്ട് പോകുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മളെ മുകളിലോട്ട് വലിക്കുക, നമ്മളെ സ്വർഗത്തിലേക്ക് വലിക്കുക. നീ മരണപ്പെടാനുള്ളവനല്ല, നീ തകരാനുള്ളവനല്ല, നിൻ്റെ ജീവിതം അവസാനിച്ചില്ല. നിനക്ക് ഒരു വലിയ ഒരു ദർശനമുള്ളവനാണ് നിനക്ക്. ദൈവം നിന്നെപ്പറ്റി വലിയൊരു കാഴ്ചപ്പാട് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ദർശനങ്ങൾ മാറട്ടെ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഈ ഹോളിൽ അലയടിക്കട്ടെ. ഓരോരുത്തരുടെ മേലും പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം എടുത്തേ, അതിൻ്റെ 14 മുതൽ ഒന്ന് വായിച്ചേ. 14 മുതൽ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവർ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന്റെ കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിയിട്ടില്ല. ക്രിസ്തു ഉയർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ക്രൂശ് മരണത്തോടുകൂടെ സ്റ്റോപ്പല്ല, ക്രൂശ് മരണം ഒരു ബിഗിനിങ് ആണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ക്രൂശ് മരണത്തോടു കൂടെയാണ് നമ്മുടെ ജീവിതം സ്റ്റാർട്ടാകുന്നത്. യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞ് 3-ാം ദിവസം എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു, മരണത്തിൻ്റെ അധികാരത്തെ പൊട്ടിച്ചു. നമുക്ക് മരണഭീതിയിൽ അകപ്പെട്ടിരിക്കുന്ന നമുക്ക് എന്ത് ചെയ്തു? പ്രത്യാശ നൽകി. ജീവപര്യന്തം മരണഭീതിയിൽ അടിമപ്പെട്ടിരിക്കുന്നവരെ അവൻ വിടുവിച്ചു. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റാലേ നമ്മൾ നമ്മുടെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ 19-ാം വാക്യം വായിക്കുന്നത്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. കണ്ടോ? ഈ ആയുസ്സിലെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയാണ്, അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുവിൽ ആശ്രയം വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും എന്തുവാ? അരിഷ്ടര. അപ്പം ദൈവവചനം കറക്റ്റല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം ഈ മരുഭൂമിയിൽ ഒരു പരദേശി യാത്രയാണ്. നമ്മൾ നടത്തുന്നത് ഒരു പരദേശി. എപ്പോഴും ഒരു ദൈവ പൈതൽ ഓർക്കണം, എൻ്റെ നാട് ഇവിടെയല്ല, എനിക്കൊരു നിത്യതയുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പ്രത്യാശയുള്ള ഒരു ഭക്തനെ പറയാൻ പറ്റത്തുള്ളൂ. അതിന് പ്രത്യാശ വേണം. വിശ്വാസം വേണം. പരിശുദ്ധാത്മാവ് എപ്പോഴും ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം, കർത്താവേ നിൻ്റെ പദ്ധതി പ്രകാരം എന്നെ നടത്തണമേ. ഈ ലോകം എനിക്ക് അനുയോജ്യമല്ല, ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, എന്നാൽ കർത്താവ് എന്നെ വിളിച്ച ഒരു വിളിയുണ്ട്, ആ നിത്യതയ്ക്ക് എന്നെ അവകാശമാക്കണമെന്ന് എല്ലാവരും അതേ രീതിയിൽ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15-ന്റെ 42, 43, 44 വായിച്ചാട്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രുതത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മിക ശരീരം ഉയർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മതി. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. എന്ത് ഓപ്പോസിറ്റാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഈ ലോകത്തിൻ്റെ എല്ലാത്തിലും നേരെ ഓപ്പോസിറ്റാണ് ദൈവിക കാര്യങ്ങൾ, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. നമ്മൾ ചിന്തിക്കാൻ, നമ്മൾ എങ്ങനെ പുനരുത്ഥാന ശരീരമുള്ളവരായി പറയുന്നു? ഒരു സസ്യത്തിൻ്റെ വിത്ത് നമ്മൾ കുഴിച്ചിടുന്നത് പോലെ നമ്മൾ കുഴിച്ചിടുമ്പം ഒരു പയറിൻ്റെ മണിയായിരിക്കാം ഇടുന്നത്, എന്നാൽ അത് വളരുമ്പോൾ എന്തായി മാറുക? അതിന് തണ്ടുണ്ട്, ഇലയുണ്ട്, ഒരു പയർ ചെടിയായി മാറുന്നു. തികച്ചും എറ്റേണലി ഡിഫറൻ്റ് ആയിട്ടൊരു കാര്യം. അതുപോലെയാണ് നമ്മുടെ ഈ പ്രാകൃത ശരീരം ഈ ഭൂമിയിൽ നമ്മൾ കുഴിച്ചിട്ടാലും ഉയർത്തെഴുന്നത് തേജസ്സോട് കൂടിയ ഒരു ആത്മീക ശരീരമാണ്. ഇത് വാസ്തവമാണ്. പുനരുത്ഥാനം വാസ്തവമാണ്. നമുക്കൊരു നിത്യതയുണ്ട്.
യുഗമുണ്ട്. മരണമില്ലാത്ത, രോഗമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ഭാരമില്ലാത്ത, സങ്കടമില്ലാത്ത ഒരു വലിയ ജീവിതം നമുക്ക് മുന്നിലുണ്ട്. അതിനുവേണ്ടിയ കർത്താവ് തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. ഈ ലോകത്തിലെ ചപ്പ് ചവറുകളിൽ ഒന്നും നമ്മുടെ ചിന്തകൾ കുടുങ്ങി, നമ്മുടെ ദർശനം മങ്ങി, കാഴ്ചപ്പാടുകൾ മങ്ങിയ വിശ്വാസികളായിട്ട് ഇരിക്കരുത്. ആമേൻ. നമുക്കൊരു ദീർഘദർശനം ഉണ്ടായിരിക്കണം. ആരൊക്കെ ഏതൊക്കെ ദൈവദാസന്മാർ ഇവിടെ വന്ന് ദൂതുകളും വാഗ്ദത്തങ്ങളും പറഞ്ഞാലും ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ബേസിക്കായിട്ടുള്ള ചില തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. ആമേൻ. സ്വർഗത്തിലാണ് നമ്മുടെ അപ്പനുള്ളത്. നമുക്കവൻ ആമേൻ സ്ഥലം ഒരുക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവൻ ഒരുക്കിയാൽ അവൻ്റെ ആ കാഹള ശബ്ദം, ആമേൻ. ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനം 4:14-16 ഒന്ന് വായിച്ചേ. പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റാൽ, പുനരുത്ഥാന ശരീരം നമുക്ക് കിട്ടിയാൽ, ജീവനോടെ ശേഷിക്കുന്ന നാം ഇപ്പം കർത്താവിൻ്റെ വരവാണെങ്കിൽ അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആമേൻ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. ഇവിടുത്തെ എല്ലാം ഒന്ന് വിടണം. ആമേൻ. ഹല്ലേലൂയ. വിട്ടുപോകുന്നതിനെ എന്ത് ചെയ്യണം? ഓർക്കല്ല്. ഓർത്താൽ നമ്മൾ ഈ പ്രത്യാശയെ തള്ളിക്കളയേണ്ട ഇടയാവും. ആകാശത്തിൽ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ പ്രത്യാശയുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ഒരു വലിയ ആനന്ദം, ഒരു വലിയ സ്വർഗീയ ആനന്ദം, ഒരു വലിയ സ്വർഗീയ സന്തോഷം, അല്ലലില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നമുക്കതെല്ലാം തരും, എല്ലാം ഒരുക്കി തരും. എല്ലാ കഷ്ടതയിലൂടെ നമ്മളെ അവൻ അഭ്യസിപ്പിച്ച് അവൻ കർത്താവിൻ്റെ പാതയിൽ നമ്മളെ നടത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ യഥാർത്ഥ പ്രത്യാശ ഇതാണ്. ആമേൻ. നമ്മൾ പുനരുത്ഥാന ശക്തിയുള്ളവരായി, ആമേൻ, ആ ഉയർപ്പിൻ്റെ പ്രത്യാശയുള്ളവരായി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ബ്രദർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ, ദൂതുകൾ രാത്രികാലം കേൾക്കുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാനിടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. പഴയ നിയമഭക്തന്മാരെ പോലെ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെല്ലാവരെയും ശക്തീകരിക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെയായിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കപ്പെടുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതേ ദൈവമക്കളെ, അവൻ നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. ലോകം അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും ജീവിക്കും. പുനരുത്ഥാനത്തിൻ്റെ ശക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രാപിക്കണമെന്ന് രാത്രികാലം ശക്തമായ ആലോചന കേൾക്കുവാൻ കൊണ്ടേയായല്ലോ. മനുഷ്യരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാൽ ആ പ്രത്യാശ ഉള്ളവരായിട്ട് ഹല്ലേലൂയ പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടും, എന്നാൽ ആത്മീയ ശരീരം ഉയർത്തു വരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ ആമേൻ. സ്തോത്രം. ലജ്ജുബദറിനെ കുടുംബത്തെയും കർത്താവ് അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടകൊള്ളട്ടെ. രാത്രികാലം കേട്ട ദൈവജനത്തെ ഏറ്റെടുത്തുകൊണ്ട് ആമേൻ. സ്തോത്രം. മാത്യു ബെന്നി പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. ജീസസ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ,
മനോഹരമായ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തിരുമേനിയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കടന്നു വരുവാനും പാടുവാനും പ്രാർത്ഥിപ്പാനും സാക്ഷ്യം പറയുവാനും അവസാനമായി നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാനും കർത്താവ് ഇന്ന് രാത്രിയിൽ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. മടക്കയാത്രയിൽ കൂടെ ഇരിക്കുമാറാകണമേ. ജോലി മേഖല കർത്താവിന്റെ കരം കൂടെ ഇരിക്കേണ്ടതിനായി ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോലിയുടെ മേഖല കർത്താവിന്റെ കരുതലോട് സാമ്പത്തികമായി, ആത്മീകമായി, ഭൗതികമായി ഈ ജനത്തെ ഇന്ന് രാത്രിയിൽ ദൈവഭക്തന്മാരായി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവരുടെ കൈകളെ ബലപ്പെടുത്തണമേ. അവർ ദിവസങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകേണ്ടതിനായി ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, പിന്മാറ്റക്കാരെ മടക്കി വരുത്തുന്ന ദൈവവചനം കേട്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടെ ബലത്തോടെ, ആരോഗ്യത്തോടെ, ക്ഷേമത്തോടെ ദൈവമേ കാവൽ ചെയ്യേണ്ടതിനായി തിരുമേനിയോട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേക ദൈവത്തിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവവചനം പറഞ്ഞ അതിന് ദാസനായി ഏൽപ്പിക്കുകയാണ്. അതിലുപരിയായി ഈ തലമുറകളെ അതിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് കൊടുത്ത വിടുതലിനായി, വിജയത്തിനായി ഞങ്ങൾ കർത്താവെ പ്രാർത്ഥിക്കുകയാണ്. അവരെ അഭിഷേകം ചെയ്യണമേ. അടുത്ത കാലഘട്ടങ്ങളിൽ അവർ കർത്താവിന്റെ ശോഭിക്കുവാൻ, ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി, ശോഭിക്കേണ്ടതിനായി ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഞങ്ങൾ എല്ലാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകടനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേൻ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വിശേഷിയാൽ കർത്താവിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ മാത്യുവിനോടും കുടുംബത്തോടും ശുശ്രൂഷകളോടും കടന്നു പോകുന്ന ജനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് നീക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഒരുക്കപ്പെട്ട കുഞ്ഞാണ്ട് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. എല്ലാവരും നാളെ രാവിലെ 9:30 തന്നെ ലിജിം ബ്രദറിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ ഡിഫറൻ്റ് ആയിരുന്നെങ്കിൽ